മായാവതി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പെൺപുലിക്ക് ഈ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ്. കാരണം ഇക്കുറി ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ മായാവതിയും BSPയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും എന്നേക്കുമായി അസ്തമിക്കും. ഇനി ഒരു തിരിച്ചുവരും മായാവതിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെന്ന് അവർക്ക് തന്നെ തികച്ചും ബോധ്യമുണ്ട്. സർവജൻ ഹിതായ് സർവജൻ സുഖായ് 2007 ഉത്തർപ്രദേശിൽ ആഞ്ഞടിച്ച BSP കൊടുങ്കാറ്റിനെ കെട്ടഴിച്ചുവിടാൻ മായാവതി പ്രയോഗിച്ച മുദ്രാവാക്യമാണ് ആ രണ്ട് വാക്കുകൾ. ആ മുദ്രാവാക്യത്തിന്റെ ബലത്തിൽ ദളിത് മുന്നോക്ക വിഭാഗങ്ങളുടെ ഐക്യം സാധ്യമാക്കി മായാവതി കച്ചമുറുക്കി ഇറങ്ങിയപ്പോൾ BSPക്ക് ലഭിച്ചത് 403-ൽ 206 സീറ്റുകൾ. പിന്നീട് മായാവതിയും BSPയും ഉത്തർപ്രദേശ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അടക്കി ഭരിച്ച നാളുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. 2007 നിന്നും 2024 എത്തി നിൽക്കുമ്പോൾ BSPയും മായാവതിയും തകർന്നടിഞ്ഞു നിൽക്കുകയാണ്. തിരിച്ചുവരവിന് വേണ്ടി തങ്ങളുടെ ആ പഴയ മുദ്രാവാക്യമായ ബഹുജൻ ഹിതായി ബഹുജൻ സുഖായി മുദ്രാവാക്യത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകാനും മായാവതി നിർബന്ധിതയായിരിക്കുകയാണ്. ആ രണ്ട് വാക്കുകൾ ഇക്കുറി തങ്ങളുടെ പാർട്ടിയെ കാക്കുമെന്നും വെറുതെ മായാവതി കരുതുന്നുണ്ടാകും. ഇന്ത്യ സഖ്യത്തിനും NDAക്കും ഒപ്പം നിൽക്കാതെ തനിച്ച് മത്സരിക്കുവാനാണ് ഇത്തവണ BSPയുടെ നീക്കം. ഇടയ്ക്കിടയ്ക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും നടത്തുന്നുണ്ട്. കാഞ്ചീറാം ഉയർത്തിയ അടിസ്ഥാന വർഗ മുന്നേറ്റത്തിന്റെ മുദ്രാവാക്യത്തിൽ നിന്നും പിന്നോട്ട് പോയെന്ന് മായാവതിയെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന പോയിന്റിലേക്ക് തന്നെ മായാവതി ഒടുവിൽ തിരിച്ചെത്തിയിരിക്കുന്നതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. അതൊരു തിരിച്ചുവരാനുള്ള അവസാന സാധ്യതകൾ തേടുക എന്നതാണ്. പണ്ട് കാഞ്ചീറാം ശ്രമിച്ചത് ബ്രാഹ്മണരും ഠാക്കൂർമാരും ബനിയകളും ഒഴികെയുള്ള മുഴുവൻ ജാതിക്കാരെയും ഒന്നിച്ചു നിർത്താനായിരുന്നു. സവർണറുടെ സഹായമില്ലാതെ ദളിത് വിഭാഗം അധികാരത്തിൽ എത്തുക എന്നതായിരുന്നു കാഞ്ചീറാമിന്റെ ലക്ഷ്യം. എന്നാൽ 2006-ൽ കാഞ്ചീറാമിന്റെ മരണത്തിന് പിന്നാലെ പാർട്ടിയുടെ നേതൃസ്ഥാനം പൂർണ്ണമായും ഏറ്റെടുത്ത മായാവതി സവർണ വിഭാഗങ്ങളെയും കൂടെ കൂട്ടി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം എന്ന ആശയത്തിലാണ് മുന്നോട്ട് പോയത്. ബഹുജൻ ഹിതായി ബഹുജൻ സുഖായി മുദ്രാവാക്യത്തിന് പകരം സർവജൻ ഹിതായി സർവജൻ സുഖായി എന്ന മുദ്രാവാക്യം വരുന്നത് അങ്ങനെയാണ്. ബ്രാഹ്മണ ദളിത് സമ്മേളനങ്ങൾ നടത്തിയും ബ്രാഹ്മണർക്ക് പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ നൽകിയും മായാവതി BSPയെ പൊളിച്ചെഴുതുന്നതിന് കൂടിയാണ് 2007-ന്റെ തുടക്കം സാക്ഷ്യം വഹിച്ചത്. 2007-ന് ശേഷം പാർട്ടിക്കുള്ളിലും തെരഞ്ഞെടുപ്പുകളിലും മുന്നോക്ക വിഭാഗക്കാർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്നു. ഇത് ദളിത് വിഭാഗക്കാരായ നേതാക്കളെ അസ്വസ്ഥമാക്കിയിരുന്നു എന്നതാണ് വസ്തുത. 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSPയോട് തോറ്റതിന് പിന്നാലെ നിരവധി നേതാക്കൾ പാർട്ടി വിടുകയും ചെയ്തു. ഇപ്പോഴും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ടി വിട്ട ദളിത് മുഖങ്ങളിൽ ഭൂരിഭാഗവും ചെന്നു കയറിയത് BJP പാളയത്തിലാണ്. UPയിൽ ഇന്ന് കാണുന്ന പോലെ BJP തഴച്ചു വളരുന്നതിന് വളം ഒരുക്കിയത് മായാവതിയാണെന്ന് പറയുന്നതിലും തെറ്റു പറയാനാകില്ല. പിന്നാലെ BSP നേതാക്കളെ മാത്രമല്ല മുദ്രാവാക്യവും BJP തന്നെ സ്വന്തമാക്കി. അംബേദ്കറിന്റെ 129ാമത് ജന്മ വാർഷികത്തിൽ BJPയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഈ മുദ്രാവാക്യം പ്രത്യക്ഷപ്പെട്ടത് അതിന് തെളിവായി കാണാം. ഒടുവിൽ മറ്റു വഴികളില്ലാതെ അസ്തമയത്തിന് തൊട്ടു മുമ്പ് പഴയ മുദ്രാവാക്യത്തിലേക്ക് മായാവതി മടങ്ങിക്കഴിഞ്ഞു. ബഹുജൻ ഹിതായി ബഹുജൻ സുഖായി അങ്ങ് UPയിൽ ഒരിക്കൽ കൂടി മായാവതി വിളിച്ചു പറയുകയാണ്.